ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മുടെ നോവലിൻ്റെ 25ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. ഇനിയൊരു ജന്മം കൂടി, അധ്യായം 25. വിമല തൊടിയിൽ നിന്നും തിരിച്ചു കയറി വരുമ്പോൾ ചന്ദ്രശേഖരൻ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അവളവൻ്റെ കുഴിമാടം വൃത്തിയാക്കുക, വിമല പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ അരിശത്തോടെ നോക്കി. മരിച്ചവരുടെ ശവമാടത്തിലെ കാട് പറിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പറ. ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ് ഇനി അവൾ ചെയ്യേണ്ടത്. വിമല ചന്ദ്രശേഖരനെ ഒന്ന് നോക്കി, പിന്നെ തിരിഞ്ഞ് വീടിന് നേർക്ക് നടന്നുപോയി. ചന്ദ്രശേഖരൻ എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാത്തവനെ പോലെ അവിടെ തന്നെ നിന്നു. കുറച്ചേറെ നേരം കാത്തിരുന്നതിന് ശേഷമാണ് മനുപ്രസാദിന് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ സുകുമാരൻ നായരെ കാണാൻ സാധിച്ചത്. നിങ്ങൾ രോഗിയോ രോഗാവസ്ഥയിലുള്ള ആളുടെ ചികിത്സാർത്ഥം വന്നയാളോ അല്ലാത്തതുകൊണ്ടാണ് OP ടൈം കഴിഞ്ഞു വരാൻ പറഞ്ഞത്. വീതിയേറിയ കഷണ്ടിയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് ഡോക്ടർ മനുപ്രസാദിനോട് സംസാരിച്ചു. നിങ്ങളീ പറഞ്ഞ മുരളീകൃഷ്ണനോട് പലതവണ ഞാൻ ആവശ്യപ്പെട്ടതാ, ഏതെങ്കിലും ബന്ധുവിനെയോ സുഹൃത്തുക്കളെയോ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അങ്ങനെ ആരുമില്ലെന്നാണ് അയാൾ ആവർത്തിച്ചത്. അതയാൾ കള്ളം പറഞ്ഞാണ് ഡോക്ടർ. അമ്മയും സഹോദരിയും ഭാര്യയും മറ്റു ബന്ധുക്കളും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളും അയാളുടെ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളുമടക്കം ഏതാവശ്യത്തിനും കൂടെ നിൽക്കാൻ വേണ്ടത്ര ആൾബലം ഉണ്ടായിരുന്നവനായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണിത് മറച്ചു പിടിച്ചു എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടത്. വെരി സോറി ജെന്റിൽമാൻ, അതിനെക്കുറിച്ച് ഒരു ഉത്തരം തരാൻ എനിക്ക് കഴിയില്ല. അയാളുടെ രോഗാവസ്ഥയുടെ കാഠിന്യവും അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും കഴിയും വിധം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. അസുഖം 4th സ്റ്റേജിലായതുകൊണ്ട് മറ്റു ട്രീറ്റ്മെൻറ്റുകൾ എത്രത്തോളം ഫലപ്രദമുണ്ടാകുമെന്നതിൽ സംശയമുണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആരായാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിനൊന്നും അയാൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചികിത്സയുടെ കാര്യത്തിൽ ഒരു അലംഭാവം ആദ്യം ഘട്ടം മുതലേ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ ജെയിംസും എന്നോട് പറഞ്ഞിരുന്നു. മനുപ്രസാദ് ജാഗരൂകനായി. ഡോക്ടർ ജെയിംസ്? അതെ, ജെയിംസിൻ്റെ പേഷ്യൻ്റായിരുന്നു മിസ്റ്റർ മുരളീകൃഷ്ണൻ. ക്യാൻസർ സാധ്യത തിരിച്ചറിഞ്ഞതും ടെസ്റ്റുകൾ നിർദ്ദേശിച്ചതും ജെയിംസ് ആയിരുന്നു. പക്ഷേ അയാൾ ആ ടെസ്റ്റുകളൊന്നും നടത്താൻ തയ്യാറായില്ല. അതിനുശേഷം 1 വർഷത്തോളം കഴിഞ്ഞാണ് മുരളീകൃഷ്ണൻ വീണ്ടും ആശുപത്രിയിലെത്തുന്നത്. അപ്പോഴേക്കും രോഗം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു. ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതിൻ്റെ ഡയഗ്നൈസിങ് സ്റ്റേജാണ്. ആദ്യഘട്ടങ്ങളിൽ തിരിച്ചറിയൽ പൂർണ്ണമായും സുഖപ്പെടുത്താവുന്ന തരം ക്യാൻസറുകൾ പോലും ജീവനെടുക്കാൻ കാരണമായി തീരാറുണ്ട്. തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ. ആദ്യം തന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ രോഗം സുഖപ്പെടുത്താമായിരുന്നു എന്നാണോ ഡോക്ടർ പറയുന്നത്? തീർച്ചയായും. പറഞ്ഞല്ലോ, ഡോക്ടർ ജെയിംസ് സംശയം തോന്നിയ ചില ടെസ്റ്റുകൾ നിർദ്ദേശിച്ചതാണ്. അന്നത് നടത്തിയിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിഞ്ഞാൽ. മനുപ്രസാദ് ഞെട്ടി തടവി. എന്തുകൊണ്ടാണ് മുരളീകൃഷ്ണൻ ചികിത്സയിൽ അലംഭാവം കാണിച്ചത്? ജെയിംസ് ഡോക്ടറെ കൂടി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഉചിതമെന്ന് അവന് തോന്നി. എന്തായാലും ഡോക്ടർ എനിക്ക് ചില സഹായങ്ങൾ ചെയ്യണം. മുരളീകൃഷ്ണൻ്റെ കേസ് റെക്കോർഡ്സിൽ നിന്നും ചില വിവരങ്ങൾ തരണം. അതുപോലെ ഡോക്ടർ ജെയിംസിനെ ഒന്ന് കാണാൻ അനുവദിക്കണം. മനുപ്രസാദ് ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർ സുകുമാരൻ പുഞ്ചിരിച്ചു. രണ്ടും ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ വിചാരിച്ചാൽ നടക്കുന്നതേയുള്ളൂ. പക്ഷേ നിങ്ങളും മുരളീകൃഷ്ണനുമായുള്ള ബന്ധം എന്തെന്നോ ചികിത്സാരേഖകൾ ആവശ്യപ്പെടുന്ന സാഹചര്യം എന്തെന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് തരാൻ നിർവാഹമില്ല. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ ജെയിംസിനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും. പക്ഷെ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റിസപ്ഷനെ സാധിക്കൂ. ഓക്കെ ഡോക്ടർ, ജെയിംസ് ഡോക്ടറെ കാണാൻ ഞാൻ തന്നെ ശ്രമിച്ചോളാം. പക്ഷേ ആദ്യത്തെ കാര്യം താങ്കൾ സാധിച്ചു തന്നേ മതിയാവും. കാരണം അത് താങ്കളെയും ഈ ഹോസ്പിറ്റലിനെയും ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രശ്നമായി മാറിയേക്കാം. ഇൻ ടേംസ് ഓഫ് റെപ്യൂട്ടേഷൻ. ഡോക്ടർ സുകുമാരൻ മനുപ്രസാദിനെ സൂക്ഷിച്ചു നോക്കി. വാട്ട് ഡു യു മീൻ? പറയാം സർ. മനുപ്രസാദ് അല്പം മുന്നോട്ടാഞ്ഞിരുന്നു. മനസ്സിലൊടുക്കിയ കഥ ഒരു പത്രപ്രവർത്തകൻ്റെ സൂക്ഷ്മതയോടെയും കൗശലത്തോടെയും തന്മയത്തമായി മനുപ്രസാദ് ഡോക്ടറുടെ മുമ്പിൽ അവതരിപ്പിച്ചു. മുരളീകൃഷ്ണൻ എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അയാളുടെ അപ്രതീക്ഷിത മരണം ഭാര്യയെയും മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. രോഗനിർണയത്തിലും ചികിത്സാ കാര്യങ്ങളിലും ഈ ഹോസ്പിറ്റലിലും സ്റ്റാഫുകൾക്കും ഉണ്ടായ പിഴവാണ് പെട്ടെന്നുണ്ടായ മരണകാരണമെന്നാണ് അവരിൽ പലരും വിശ്വസിച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് വേണ്ട വിധത്തിൽ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും കുടുംബാംഗങ്ങളെല്ലാം എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സംശയനിവൃത്തി വരുത്താൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യുക എന്നൊരു ഉദ്ദേശം അവർക്കുണ്ട്. കേസിനെയോ കോടതിയോ ഭയക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല മിസ്റ്റർ. ഒരു രോഗിയുടെയും ചികിത്സാ സംബന്ധമായ എല്ലാ റെക്കോർഡ്സും
ക്രിസ്റ്റൽ ക്ലിയറായി അവതരിപ്പിക്കാൻ കഴിയുന്നവരാണ് ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും മേധാവികൾ. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ചീത്തപ്പേരുണ്ടായതിനു ശേഷം മായ്ക്കുന്നതിലും എത്രയോ നല്ലതാണെന്ന് അതുണ്ടാവാതെ നോക്കുന്നത്. ഞാനൊരു പത്രപ്രവർത്തകനാണ്. ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ പത്രക്കാർ അത് കൈകാര്യം ചെയ്യുന്ന വിധം എനിക്ക് നന്നായി അറിയാം. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മേൽ ചെളിവാരി എറിയാൻ ഉത്സാഹം കാണിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം പറയണോ? ഡോക്ടർ സുകുമാരൻ നായർ തൻ്റെ കസേരയിലേക്ക് ചാരിയിരുന്ന് അയാളുടെ മുഖത്തേക്ക് ഒരു ആലോചന ഭാവം തെളിഞ്ഞു. എൻ്റെ ഉദ്ദേശം നല്ലതാണ് സാർ. നമുക്ക് രണ്ടു കൂട്ടർക്കും ദോഷം വരാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാർ വിചാരിച്ചാൽ കഴിയും. മനുപ്രസാദ് പറഞ്ഞു നിർത്തി. ശരി, തൽക്കാലം തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ സമ്മതമറിയിച്ചു. താങ്ക് യു ഡോക്ടർ. മനുപ്രസാദ് പുഞ്ചിരിച്ചു. ഡോക്ടർ സുകുമാരൻ നായരുടെ പ്രത്യേക താല്പര്യപ്രകാരം മുരളീകൃഷ്ണൻ്റെ ചികിത്സാരേഖകളെല്ലാം മനുപ്രസാദിന് ലഭിച്ചു. ഡോക്ടർ തന്നെ മുൻകൈയെടുത്ത് മനുപ്രസാദിന് മുരളീകൃഷ്ണൻ്റെ ആദ്യം ചികിത്സിച്ച ഡോക്ടർ ജെയിംസ് വർഗീസുമായി കാണാനുള്ള അവസരവും ഉണ്ടാക്കിക്കൊടുത്തു. രാത്രി ആഷിമ സേവ്യർ മനുപ്രസാദിനെ വിളിച്ച് ആശുപത്രിയിൽ പോയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. മനുപ്രസാദ് സംസാരിക്കാൻ വിമുഖത കാണിച്ചു. നീ കാര്യം എന്താണെങ്കിലും തെളിച്ചു പറ മനു. ഡോക്ടറെ കാണാൻ കഴിഞ്ഞോ? ചികിത്സ നേടിയതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇല്ല ആഷിമ, ഒന്നും നടന്നില്ല. ഞാൻ ആദ്യം വിളിച്ചപ്പോൾ നീ സുകുമാരൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഒന്നും നടന്നില്ലെന്ന് പറയാൻ കാരണം? ഡോക്ടർ എന്താ നിന്നെ ക്യാബിനിൽ നിന്നും തിരിച്ചിറക്കി വിട്ടോ? അതല്ല, ഡോക്ടർ ചികിത്സാ വിവരങ്ങളൊന്നും തരാൻ തയ്യാറായിരുന്നില്ല. എന്തൊക്കെയോ ഫോർമാലിറ്റീസ്. നീ കള്ളം പറയുകയാണോ? ആണോടാ? ആഷിമയുടെ സ്വരത്തിന് മൂർച്ച കൂടിയിരുന്നു. അല്ല, ഞാൻ എന്തിനാ ഇക്കാര്യത്തിൽ നിന്നോട് കള്ളം പറയുന്നത്? മനുപ്രസാദ് ചോദിച്ചപ്പോൾ ആഷിമ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. പിന്നെ ഒന്ന് ശ്വാസമെടുത്തു. ശരി, നീ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. അവൾ കോൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചു. സമയം നോക്കിയപ്പോൾ 8 മണി കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കാൻ വയ്യ. അവൾ സുകുമാരൻ ഡോക്ടറുടെ നമ്പർ എടുത്ത് കോൾ വിട്ടു. ഹലോ, ഡോക്ടറുടെ സ്വരം. സാർ, ഞാൻ ആഷിമയാണ്. സി ഉമാദത്തൻ സാറിൻ്റെ കെയർ ഓഫിൽ ഞാൻ മുമ്പ് വിളിച്ചിരുന്നു. ഒരു മുരളീകൃഷ്ണൻ്റെ ചികിത്സാ വിവരങ്ങളെക്കുറിച്ച് അറിയാൻ. ഓർമ്മയുണ്ട്. കുട്ടി കാര്യം പറഞ്ഞോളൂ. എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ മനുപ്രസാദ് ഇന്ന് സാറിനെ കാണാൻ വന്നിരുന്നു, ഇതേ പേഷ്യൻ്റെ കാര്യം ചോദിക്കാൻ. ഉവ്, അയാൾ മുരളീകൃഷ്ണൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം വാങ്ങിക്കൊണ്ടാണല്ലോ പോയത്. മുൻപ് ചികിത്സിച്ച ഡോക്ടർ ജെയിംസ് വർഗീസിനെ കാണുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ ഡോക്ടർ, മനുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. സാറിൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ആഷിമ കോൾ മുറിച്ചു. അവളുടെ തലച്ചോറിൽ അനേകായിരം സംശയങ്ങളുമായി ഒരു കടൽ ഇളകി മറിഞ്ഞു. എന്തു മറയ്ക്കാനാണ് മനു തന്നോട് കള്ളം പറഞ്ഞത്? എന്ത് രഹസ്യമാണ് ഡോക്ടർ ജെയിംസ് വർഗീസിൽ നിന്നും അവന് കിട്ടിയത്? ആഷിമ വീണ്ടും മനുപ്രസാദിൻ്റെ നമ്പറിലേക്ക് പലതവണ വിളിച്ചെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. ആ രാത്രി പുലരും വരെ അവൻ്റെ ഫോണിൽ നിന്നും കോളുകളൊന്നും അവളെ തേടി എത്തുകയുമുണ്ടായില്ല. പ്രഭാതം. കിടക്കയിൽ ഉറക്കം തെളിഞ്ഞു കിടക്കുകയായിരുന്നു വിദ്യാലക്ഷ്മി. ഇന്ന് മുരളിയേട്ടൻ്റെ സഞ്ചയനമാണ്. അവൾക്ക് മനസ്സിൽ കഠിനമായ നിരാശയുണർന്നു. എത്ര വേഗമാണ് ചിരിച്ചും കളിച്ചും സ്നേഹിച്ചും പരിഭവിച്ചും വാത്സല്യം ചെരിഞ്ഞും ജീവിതത്തിൻ്റെ അരികുകൾ പങ്കിട്ട് നടന്നിരുന്ന മനുഷ്യർ അപ്രത്യക്ഷരായിത്തീരുന്നത്. ഒരു കുടത്തിലെ ഇത്തിരി ഭസ്മവും അസ്ഥിച്ചീളുകളുമായി അവർ രൂപം മാറിക്കഴിഞ്ഞു. പുണ്യതീർത്ഥങ്ങളിലെ ഇത്തിരി നനവ് മാത്രമേ ഇനി അവർക്ക് വേണ്ടൂ. ജീവിച്ചിരിക്കുന്നവരുടെ തീരാ സങ്കടങ്ങളും ഹൃദയബദ്ധകളും അവർ അറിയുന്നില്ലല്ലോ. ഒരു ചെറു സാന്ത്വനമെങ്കിലും പകർന്നു തരാൻ അവർക്ക് ആഗ്രഹമില്ലേ? മരണത്തോളം വലിയ സമസ്യകളൊന്നും മനുഷ്യൻ്റെ ചെറുജീവിതത്തിൽ ഇല്ല എന്ന് അവൾക്ക് തോന്നി. വാതിലിൽ തുടർച്ചയായ തട്ടലുകൾ ഉയർന്നപ്പോൾ വിദ്യ തലയുയർത്തി നോക്കി. വിദ്യ മോളെ. വിമലയുടെ വിഹ്വലമായ വിളിയൊച്ച. വിദ്യ വേഗം കിടക്ക വിട്ടെഴുന്നേറ്റു. വാതിൽ തുറന്നതും വിമലയുടെ വിങ്ങി വിറയ്ക്കുന്ന മുഖമാണ് മുൻപിൽ കണ്ടത്. എന്താ അമ്മേ? വിദ്യ വേവലാതിയോടെ തിരക്കി. മോളെ. വിമല വാപൊത്തി നിന്ന് കരഞ്ഞു. വിദ്യയുടെ ഇടനെഞ്ചിലൂടെ ഒരിടി പാഞ്ഞു. ചന്ദ്രശേഖരൻ ചുവന്ന മുഖത്തോടെ അവിടേക്ക് വന്നു. ഒരു ദുരന്ത വാർത്തയ്ക്ക് ചെവിയർത്തിട്ടെന്ന പോലെ വിദ്യ അച്ഛനെ നോക്കി. മോളെ, കുട്ടിക്കാനത്തുനിന്ന് വിളിച്ചു. കുളത്തിൽ കാൽവഴുതി വീണ് പ്രമീള മരിച്ചെന്ന്. വിദ്യയുടെ കാതുകളിലേക്ക് ഒരു കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാരവും അലച്ചെത്തി. കണ്ണുകളിലേക്ക് കറുത്ത കടലിൽ നിന്നെന്ന പോലെ തിരയടിച്ചു വരുന്ന അന്ധകാരവും നിറഞ്ഞു. അധ്യായം 39. ഇങ്ങനെ
ഒരു രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ എങ്ങനെ തന്നെ വിഷ്ണു സ്വരൂപം പ്രാപിച്ചുപോയ ബ്രഹ്മപൂജിത പദവും പ്രാപിച്ചതോ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ശോകം കലർന്ന സ്വരത്തിൽ ഒരു വൃദ്ധൻ രാമായണാലപം നടത്തിക്കൊണ്ടിരിക്കുന്നു. താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ട് വിട്ടുകിട്ടിയ പ്രമീളയുടെ മൃതദേഹം നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ സ്വീകരണ മുറിയിൽ വെള്ള പുതച്ചു കിടന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുരളീകൃഷ്ണൻ്റെ മരണമറിഞ്ഞെത്തിയ ബന്ധുക്കളും സുഹൃജനങ്ങളും അടക്കമുള്ളവർ ഇന്നും വീട്ടിലെത്തിയിരുന്നു. നടുക്കത്തേക്കാൾ എല്ലാവരിലും ഒരു മരവിപ്പായിരുന്നു. മൃതദേഹത്തിനരികിലായി തറയിൽ കുഴഞ്ഞു കിടന്നിരുന്ന പ്രമീളയുടെ അമ്മ ദേവകി ഇടയ്ക്കിടെ തലയുയർത്തി നോക്കി നെഞ്ചു പൊട്ടുന്ന സ്വരത്തിൽ വിലപിച്ചുകൊണ്ടിരുന്നു. ഈശ്വര, എൻ്റെ മോളെയും നീ കൊണ്ടുപോയല്ലോ, ഈ കുഞ്ഞിനി ആരുണ്ട്? കണ്ണീരൊഴുക്കി നനഞ്ഞ മുഖത്തോടെ ഹാളിൻ്റെ ചുമരു ചാരിയിരിക്കുന്ന വിദ്യയുടെ മടിയിലായിരുന്നു അപ്പൂസ്. അവിടെ കൂടിയിരുന്ന എല്ലാവരും സഹതാപം വഴിയുന്ന കണ്ണുകളോടെ ആ കുരുന്നിനെ നോക്കി. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് അവൻ അനാഥനായി മാറിയിരിക്കുന്നു. മനോപ്രസാദിനൊപ്പം മരണവീട്ടിലെത്തിയ ഇന്ദുമതി വിമലയെ വിളിച്ച് മാറ്റി നിർത്തി വിവരം അന്വേഷിച്ചു. എന്താ ഇടത്തി നടന്നത്? അപകടമാണോ അതോ? കൃത്യമായിട്ടൊന്നും ആർക്കും അറിയില്ലെൻ്റെ എന്തു. മുരളി മരിച്ചതിൻ്റെ മനോവിഷമത്തിലായിരുന്നു പ്രമീള. ഇവിടെ നിൽക്കാൻ മനസ്സനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് കുട്ടിക്കാനത്തേക്ക് പോയതാ. അവിടുത്തെ വീടിൻ്റെ മുറ്റത്തായിരുന്നു ആൾമറയില്ലാത്ത കിണർ. രാത്രി മഴ പെയ്തിരുന്നു. അഴയിൽ വിരിച്ചിട്ട് തുണി മടക്കാനോ മറ്റോ ഇറങ്ങിയതാവണമെന്നാണ് ദേവകി ചേച്ചി പറയുന്നത്. വെളുപ്പാങ്കാലത്ത് കുഞ്ഞുണ്ടെന്ന് കരയുന്നത് കേട്ട് എഴുന്നേറ്റ് ചെന്നപ്പോൾ മുറിയിൽ പ്രവീണ ഇല്ലായിരുന്നു അത്രേ. ചേച്ചി പരിഭ്രമിച്ച് അയൽക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. നേരം വെളുത്തപ്പോഴാ കിണറ്റിൽ ചെരുപ്പ് പൊന്തിക്കിടക്കുന്നത് ആരോ കണ്ടത്. ആഴമുള്ള കിണറായിരുന്നു. ഫയർഫോഴ്സ് എത്തിയ മുങ്ങിയെടുത്തത്. അപ്പോഴേക്കും മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞുവരുന്നു. അവൾ ജനിച്ചു വളർന്ന വീടും പരിസരമല്ലേ ചേച്ചി? അറിയാതെ നടന്നുപോയി കിണറ്റിൽ വീഴുമോ? അതാ എല്ലാവർക്കും സംശയം. പിന്നെ മനസ്സു നേരെ നിൽക്കാത്ത അവസ്ഥയാണെങ്കിൽ കിണറിൻ്റെ സ്ഥാനവും ദിക്കുമൊക്കെ ഇരുട്ടിൽ തിരിച്ചറിയണമെന്നില്ലല്ലോ. എന്തായാലും ആ കുഞ്ഞിൻ്റെ ഒരു ദുർവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചന്ദ്രശേഖരൻ വിമലയെ അന്വേഷിച്ച് അവിടേക്ക് വന്നതോടെ ആ സംഭാഷണം മുറിഞ്ഞു. തെക്കേത്തൊടിയിൽ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രമീളയുടെ മൃതദേഹം എടുക്കേണ്ട സമയമായപ്പോൾ വിദ്യയുടെ മടിയിൽ നിന്നും ആരോ അപ്പൂസിനെ എടുത്തുകൊണ്ടുപോയി. അവനാണ് പ്രമീളയുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടവൻ. ചിരയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ദേവകിയുടെയും രജനിയുടെയും ദീനരോധനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. കണ്ണീർ പാളികൾക്കിടയിലൂടെ വിദ്യ മനോപ്രസാദ് നിൽക്കുന്നത് കണ്ടു. അവൻ്റെ നോട്ടം തൻ്റെ കണ്ണുകളുമായി ഇടഞ്ഞപ്പോൾ വിദ്യ ദുർബലമായി. കൈനീട്ടി അവൻ അരികിലേക്ക് വിളിച്ചു. മനോപ്രസാദ് വിദ്യയുടെ സമീപത്തേക്ക് ചെന്നു. മനുവേട്ട, മോനെ ഒന്നെടുത്ത് കൊണ്ടുവന്ന് തരുമോ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അവൾ ഗദ്ഗതം തിങ്ങിയ സ്വരത്തിൽ ചോദിച്ചു. മനോപ്രസാദ് ചിത കത്തുന്നതിനരികിലേക്ക് നീങ്ങി. ഈറനുണങ്ങാതെ ദേഹത്തോടെ അപ്പൂസ് ഏതോ സ്ത്രീയുടെ കയ്യിലിരുന്ന് ഏങ്ങലടിക്കുന്നത് മനോപ്രസാദ് കണ്ടു. അവൻ കുഞ്ഞിനെയും വാങ്ങി വിദ്യയ്ക്കരികിലെത്തി. വിദ്യ വേവലാതയുടെ മോനെ വാങ്ങി നെഞ്ചോട് ചേർത്തു. ഷാളിൻ്റെ തുമ്പുകൊണ്ട് അവൻ്റെ നെറുകയും ദേഹവും ഒപ്പി. അതിനിടയിൽ തന്നെ അവൾ കരയുന്നുണ്ടായിരുന്നു. മനോപ്രസാദ് അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. പ്രമീളയുടെ ശരീരം അഗ്നി വിഴുങ്ങി തുടങ്ങിയതോടെ ആൾക്കൂട്ടം പതിയെ പിരിഞ്ഞു. തൊടിയിറമ്പിലെ പുല്ലിൽ മോനെയും മടിയിൽ വെച്ച് ഇരുന്ന വിദ്യയെ വിമലയും ഇന്ദുമതിയും ചേർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആദ്യം നിശ്ചയിച്ചിരുന്ന സഞ്ചയന ചടങ്ങ് മുടങ്ങിയതോടെ മുരളീകൃഷ്ണൻ മരിച്ച് 9ാം ദിവസം സഞ്ചയനം നടക്കുകയുണ്ടായി. പ്രമീളയുടെ സഞ്ചയനവും അതോടൊപ്പം നടത്തി. കലശങ്ങളിൽ ശേഖരിച്ച ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ചിതാഭസ്മം പൂജാമുറിയിൽ കെടാവിളക്കിനരികിലായി സൂക്ഷിച്ചു. പ്രമീളയുടെ അമ്മ ദേവകിയും അപ്പൂസും അത്രയും ദിവസം നെടുമ്പുരയ്ക്കലായിരുന്നു താമസം. അപ്പൂസ് സദാസമയവും വിദ്യാലക്ഷ്മിയോടൊപ്പമായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം ഒരമ്മയുടെ വാത്സല്യത്തോടെയും കരുതലോടെയും വിദ്യ കുഞ്ഞിനെ പരിചരിച്ചു. അവന് ഭക്ഷണം നൽകുമ്പോഴും ദൈനംദിന കാര്യങ്ങൾ മുറതെറ്റാതെ ചെയ്യുമ്പോഴുമൊക്കെ അവൾക്കും മാതൃനിർവിശേഷമായ സംതൃപ്തി അനുഭവപ്പെട്ടു. കുഞ്ഞിന് വേണ്ട ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ബേബി ഫുഡുമൊക്കെ അവൾ ശേഖരക്കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നു. രാത്രികളിൽ അപ്പൂസ് ഉറക്കമുണരുകയും മുലപ്പാലിന് വേണ്ടി വാശി പിടിച്ച് കരയുകയും ചെയ്തു. 2 മണിക്കും 3 മണിക്കുമൊക്കെ വിദ്യ ഉണരുകയും ഫീഡിംഗ് ബോട്ടിലിൽ നേർപ്പിച്ച പാൽ നിറച്ച് അപ്പൂസിനെ കുടിപ്പിക്കുകയും ചെയ്തു. അവളുടെ സ്നേഹപൂർണ്ണമായ പരിചരണങ്ങളോടും വാത്സല്യ നിർഭരമായ താരാട്ടുകളോടും അപ്പൂസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇണങ്ങിയിരുന്നു. കിടക്കയിൽ അവനെയും ചേർത്ത് പിടിച്ചവൾ കിടക്കുമ്പോൾ, പാൽമണമുള്ള ചുണ്ടുകളിലും കവിൾത്തടങ്ങളിലും ഉമ്മകൾ നൽകുമ്പോൾ, അവൻ്റെ കോലൻ മുടിയിഴകളിലൂടെ മയക്കമുണർത്താതെ വിരലുകൾ ഓടിക്കുമ്പോൾ വിദ്യയ്ക്ക് തൻ്റെ മകൻ തന്നെയാണ് അവനെന്ന് തോന്നും.
7.5 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന സങ്കല്പരാത്രികളിൽ 1000 വട്ടം ഉന്മകൾ നൽകിയിട്ടുള്ള, ഒരിക്കൽ പോലും ഒന്ന് കാണാൻ ഭാഗ്യം ലഭിക്കാതെ പിരിഞ്ഞുപോയ തൻ്റെ ഓമനക്കുരുന്നിനെ അവൾക്ക് ഓർമ്മ വരും. ഒരു രാത്രി ഉറക്കത്തിൽ സഹജവാസന കൊണ്ട് അപ്പൂസിൻ്റെ വിരലുകൾ വിദ്യയുടെ മാറിടം തിരഞ്ഞു വന്നു. ആ കുഞ്ഞു വിരൽ സ്പർശമറിഞ്ഞ് അവൾ കണ്ണു തുറന്നു. ഉറക്കത്തിലെങ്ങെ അമ്മേ എന്ന് അപ്പൂസിൻ്റെ അസംഷ്ടമായ വിളിയൊച്ച കേട്ട് വിദ്യയുടെ നെഞ്ചു വിങ്ങി. അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിതുമ്പിക്കരഞ്ഞു. വിദ്യയും അപ്പൂസുമായുള്ള അതിര് കവിഞ്ഞ മാനസിക അടുപ്പം വിമല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പകൽ നേരങ്ങളിൽ പോലും അവൾ അവനെ താഴെ വയ്ക്കില്ല. നീ എന്തിനാടേ സദാസമയം ആ കുഞ്ഞിനെ ഇങ്ങനെ താഴെ വയ്ക്കാതെ കൊണ്ടു നടക്കുന്നത്? പ്രമീളയുടെ അമ്മയുടെ കയ്യിൽ പോലും കൊടുക്കുന്നില്ലല്ലോ, വിമല ഈർഷ്യയോടെ ചോദിച്ചു. അച്ഛനും അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അമ്മേ, ആരെങ്കിലും വേണ്ടേ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ? എന്ന് വെച്ച് നിനക്ക് എല്ലായ്പ്പോഴും അതിനെ സംരക്ഷിക്കാൻ പറ്റുമോ? സഞ്ചയനം കഴിയുമ്പോൾ ദേവകിയേച്ചിയും മോനെയും കൊണ്ട് പോയി തിരിച്ചു പോയിക്കോളും. ഒരുപാട് അടുപ്പം കാണിക്കാൻ പോയാൽ നീ തന്നെ വിഷമിക്കേണ്ടി വരും. ആ കുഞ്ഞിനും നഷ്ടമാകും. നമ്മുടേതല്ലാത്ത ഒന്നിനോടും വലിയ അടുപ്പം കാണിക്കാൻ പാടില്ല. ഉടമസ്ഥർ വരുമ്പോൾ വിട്ടുകൊടുക്കേണ്ടതാണെന്നുള്ള ഓർമ്മ വേണം. ഉപദേശസ്വരത്തിൽ പറഞ്ഞിട്ട് വിമല അടുക്കളയിൽ നിന്നും പോയി. മരണമറിഞ്ഞെത്തിയ ബന്ധുക്കാരി പത്മാവതി അമ്മ അടുക്കളയിലുണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാ മോളെ, പിന്നീട് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാനുള്ള വഴി തുറന്നിടരുത്, അവർ വിദ്യയോട് പറഞ്ഞു. വിദ്യ മടിയിലിരുന്ന് ഉറങ്ങുകയായിരുന്ന അപ്പൂസിനെ നോക്കി. അവൾക്ക് ഒരു വേവലാതി അനുഭവപ്പെട്ടു. 3 ദിവസം കൊണ്ട് മോനുമായി വല്ലാതെ അടുത്തിരിക്കുന്നു. പ്രമീളേച്ചിയുടെ അമ്മയോടൊപ്പം ഇവൻ തിരിച്ചു പോയാൽ തനിക്കത് സഹിക്കാൻ കഴിയുമോ? സഹിക്കുക അല്ലാതെ മറ്റു വഴികളൊന്നുമില്ലല്ലോ എന്ന് അവൾ ഓർത്തു. ദേവകിയുടെ അനുജത്തി ഭാരതിയും സഞ്ചയനത്തിന് നെടുമ്പുരയ്ക്കലെത്തിയിരുന്നു. ഭരണങ്ങാനത്തായിരുന്നു അവരുടെ താമസം. കാഴ്ചയിൽ അല്പം തൻ്റെയും തൻപോരുമക്കാരെയാണെന്ന് അവരെന്ന് തോന്നിക്കും. സഞ്ചയനം കഴിഞ്ഞ് കാപ്പി കുടിക്ക് ശേഷം ഭാരതി ശാരദാമണിയുടെ മുറിയിലെത്തി. വിദ്യയും വിമലയും അവിടെ ഉണ്ടായിരുന്നു. ദേവിയടത്തിയെ ഞാൻ ഭരണങ്ങാനത്തേക്ക് കൊണ്ടുപോകുക. പ്രമീള പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സുഖമില്ലാത്ത ഏടത്തി തനിച്ച് കുട്ടിക്കാനത്തെ വീട്ടിൽ താമസിക്കുന്നത് അത്ര നന്നല്ല. ഒന്നാമതേ ശ്വാസം മുട്ടലും മേലാഴികളും ഒക്കെ ഉള്ളതാ. എൻ്റെ കൂടെ വന്നു നിന്ന ഒരത്യാവശ്യത്തിന് ആശുപത്രി കൊണ്ടുപോകാനെങ്കിലും ആളുണ്ടാവുമല്ലോ. ശാരദാമണിയോടാണ് ഭാരതി സംസാരിക്കുന്നതെങ്കിലും ഇടയ്ക്കിടെ നോട്ടം വിദ്യയിലേക്കും വിമലയിലേക്കും വീഴുന്നുണ്ടായിരുന്നു. എനിക്ക് 2 ആൺമക്കളാണ്. ഇളയവനും ഭാര്യയും ഇപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്നത്. ദേവയിടത്തെ കൊണ്ടുപോരാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് ഇനി എന്തു ചെയ്യുമെന്ന് ആദി. വിദ്യ മുഖമുയർത്തി ഭാരതിയെ നോക്കി. അല്ല, മോനും ഭാര്യയ്ക്കും 2 കുട്ടികളാണ്. ഇളയ മക്കൾക്ക് 6 മാസം പ്രായമേ ഉള്ളൂ. പ്രമീളയുടെ കുഞ്ഞിനെ നോക്കാൻ പറ്റിയ സാഹചര്യമല്ല അവിടെ. ഇവിടെ നിർത്തിയിട്ട് പോകാമെന്ന് വെച്ചാൽ ആരാ ഉള്ളത്? ശാരദാമണി അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായ ഭാവത്തിൽ മുഖം തിരിച്ചു നോക്കി. ഇവിടെ ആരുമില്ല ഭാരതി. ഞാനിനി എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ നോക്കാനോ വളർത്താനോ പറ്റിയ അവസ്ഥയല്ല എൻ്റെത്. ഭാരതിയുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നോക്കാതെ പറ്റുമോ? ദേവി ചേച്ചിക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതിയൊന്നും ഇല്ല. നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുപോയി വളർത്തേണ്ട കാര്യം എന്താ? എനിക്കും ചേച്ചിക്കും സമ്മതക്കുറവുണ്ടായിട്ടെന്ന് കരുതല്ലേ. എൻ്റെ മോനും ഭാര്യയുമാ വീട് നോക്കുന്നത്. അവർക്കെന്ത് ബന്ധമാ ഈ കുഞ്ഞിനോടുള്ളത്? വിദ്യയുടെ നോട്ടം വിമലയുടെ മുഖത്തേക്ക് വീണു. വിമല അപകടം മണത്തു. അവർ പെട്ടെന്ന് ഭാരതിയെ നോക്കി. മനസാക്ഷിയില്ലാത്ത വർത്തമാനം പറയാതെ ചേച്ചി. ഇത്രയും നാൾ ദേവകി ചേച്ചിയല്ലേ പ്രമീളയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കിയിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഒഴിവാക്കിയ അവനാരുണ്ട്? തൽക്കാലം നിങ്ങൾ കൊണ്ടുപോകണം. പിന്നീട് എല്ലാവർക്കും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. എല്ലാവരും എന്ന് പറയാൻ ആരിയ്ക്കുന്നു? നിങ്ങളൊക്കെ തിരിച്ചു പോകുന്നവരല്ലേ. മുരളിയുടെ പെങ്ങളൊരാളില്ലേ രജനി, അവർക്ക് കൊണ്ടുപോയി നോക്കാവുന്നതല്ലേ ഉള്ളൂ. സ്വന്തം കൂടപ്പുറപ്പിൻ്റെ കുട്ടിയല്ലേ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം എടുക്കാതെ പോയാൽ പിന്നെ ഒരിക്കലും ആരും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ മോനും കുടുംബവും ഇവിടുത്തെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും. ഞാൻ രജനിയോട് ചോദിച്ചു നോക്കാം. ശാരദാമണി തളർന്ന സ്വരത്തിൽ പറഞ്ഞു. വിദ്യ വേഗം മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. വിമല അത് നോക്കിയിട്ട് ആലോചനയോടെ ഇരുന്നു. രജനി മീനുമോളുമൊത്ത് യാത്ര പറയാൻ എത്തിയപ്പോൾ ശാരദാമണി അപ്പൂസിൻ്റെ കാര്യം സൂചിപ്പിച്ചു. എനിക്കിപ്പോൾ ഒരു മറുപടി പറയാനോ പോംവഴി കണ്ടുപിടിക്കാനോ പറ്റിയ സാഹചര്യമല്ല അമ്മേ. വേറൊരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. സുധീഷ് പോലും എനിക്കൊരു സപ്പോർട്ട് തരില്ല. തൽക്കാലം അവരോട് തന്നെ മോനെ കൊണ്ടുപോകാൻ പറ. പിന്നീട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കാം. രജനി തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി. 2 മരണങ്ങളും നടന്ന ദിവസങ്ങളിൽ സുധീഷ് വന്നൊന്ന് തല കാണിച്ചു പോയതാണ്. ഈ കുടുംബവുമായുള്ള അടുപ്പം പൊൻകുന്നത്തുകാർ ഏറെക്കുറെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അനുജത്തി മറ്റുള്ളവരുമായി നടത്തിയ ചർച്ചകളൊന്നും അറിയാതെ പോകേണ്ട സമയമായപ്പോൾ
ദേവകി അപ്പൂസിനെ അന്വേഷിച്ചു. മോനെ വിദ്യ കുളിപ്പിച്ചൊരുക്കിയിരുന്നു. അവനെ ദേവകിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ദേവകി കൈനീട്ടിയപ്പോൾ വിദ്യയുടെ എളിയിൽ നിന്നും അപ്പൂസ് അമ്മൂമ്മയുടെ കയ്യിലേക്ക് പോയി. പോയിട്ട് വരാം മോളെ, ദേവകി പറഞ്ഞു. വിദ്യയുടെ കണ്ണുകൾ നനഞ്ഞു. മോനെ നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം, ഞാൻ നോക്കിക്കൊള്ളാം, അവൾ ദേവകിയോട് പറഞ്ഞു. അവർ സമ്മതിച്ച് തലയാട്ടി. അപ്പൂസിൻ്റെ കവിളിൽ ഉമ്മ കൊടുത്ത് വിദ്യ അവരെ യാത്രയാക്കി. ഉച്ച തിരിഞ്ഞതോടെ നെടുമ്പുരയ്ക്കൽ അവശേഷിച്ചിരുന്ന ബന്ധുക്കൾ കൂടി യാത്രയായി. പത്മാവതി അമ്മ ഇനി കുറച്ചുകാലം തിരുവല്ലയിൽ താമസിക്കാം എന്ന കണക്കുകൂട്ടലിൽ തിരിച്ചു പോകാതെ വിദ്യയ്ക്കും ശാരദാമണിക്കും കൂട്ടായി നിന്നു. പകല് 11 മണി നേരം. അലക്കിയ തുണികൾ വെയിൽ വീഴുന്ന ഇടങ്ങൾ നോക്കി നീളൻ അയയിൽ വിരിക്കുകയായിരുന്നു പത്മാവതി അമ്മ. ഒരു സ്കൂട്ടർ ഗേറ്റ് കടന്നു വരുന്ന ശബ്ദം കേട്ട് അവർ മുൻവശത്തേക്ക് ചെന്നു. പോസ്റ്റ്മാനാണ്, ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ആരാ ശാരദാമണി? നിങ്ങളാണോ? ഞാനല്ല, വിളിക്കാം. സെറ്റ് മുണ്ടിൽ നനവ് പറ്റിയ കൈത്തലം തുടച്ചുകൊണ്ട് പത്മാവതി അമ്മ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് ക്ഷീണിതമായ മുഖത്തോടെ ശാരദാമണി അവർക്കൊപ്പം പുറത്തേക്കിറങ്ങി വന്നപ്പോൾ പോസ്റ്റ്മാൻ ഒരു രജിസ്റ്റേർഡ് കത്ത് നീട്ടി. ദാ ഇവിടെ ഒരു ഒപ്പുകൂടി ഇട്ടേക്ക്. അയാൾ നീട്ടിയ കടലാസിൽ ശാരദാമണി ഒപ്പുവെച്ചു. പോസ്റ്റ്മാൻ പോയപ്പോൾ പത്മാവതി ആകാംക്ഷയോടെ ശാരദാമണിയെ നോക്കി. ആരാ ഇപ്പോൾ കത്തയക്കാൻ? ആർക്കറിയാം, നീ ഒന്ന് നോക്ക്, ശാരദാമണി താല്പര്യമില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. കണ്ണടയില്ലാതെ എനിക്കൊരു വസ്തു വായിക്കാൻ വയ്യ, ഇപ്പോൾ വരാം. പത്മാവതി അകത്തേക്ക് നീങ്ങി. ശാരദാമണി കത്തിലെ അഡ്രസ്സിലേക്ക് നോക്കി. തൻ്റെ പേര് തന്നെയാണ്. ഫ്രം അഡ്രസ്സ് എഴുതിയ ഭാഗം അവർ നോക്കി. ശാരദാമണിയുടെ മൊഴികളിൽ ഒരു ജലനമുണ്ടായി. കണ്ണടയും എടുത്ത് പത്മാവതി തിരിച്ചു വരുമ്പോൾ സിറ്റൗട്ടിൽ ശാരദാമണിയില്ല. അവർ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ശാരദാമണി കട്ടിലിൽ കിടപ്പുണ്ട്. ഞാൻ ഓർത്തു ഇതെവിടെ പോയിന്ന്. പെട്ടെന്നൊരു വയ്യാഴ്ക, കിടക്കണമെന്ന് തോന്നി. ശാരദാമണി മറുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. ആ കത്തെവിടെ? അവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെയോ മറ്റോ നോട്ടീസാ? ഓ, അതായിരുന്നു. പത്മാവതി അമ്മ ഉദാസീനതയോടെ കണ്ണടയും ഊരി തിരിച്ചുപോയി. ഒരു നിമിഷം കൂടി കഴിഞ്ഞപ്പോൾ ശാരദാമണി പതുക്കെ എഴുന്നേറ്റു. അവർ നടന്നു ചെന്ന് വാതിലിൽ അകത്തു നിന്നും ബന്ധിച്ചിട്ട് തിരികെ വന്നു. തലയിണ മാറ്റി അതിനിടയിൽ നിന്നും ആ രജിസ്റ്റേർഡ് ലെറ്റർ പുറത്തെടുത്തു. വിറപൂണ്ട വിരലുകൾ കൊണ്ട് കത്ത് പൊട്ടിച്ചു. അകത്തുനിന്നും പലതായി മടക്കിയ കടലാസ് എടുത്ത് നിവർത്തി. അതിലെ അക്ഷരങ്ങളിലൂടെ തീപിടിച്ച ഹൃദയത്തോടെ ശാരദാമണിയുടെ മിഴികൾ ഉഴറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. ശാരദാസ് വസ്ത്രവിഹാറിന് മുറ്റത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. ഭാരതി അപ്പൂസിനെ എടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി വന്നു. ചാർജ് കൊടുത്ത് ഓട്ടോറിക്ഷ മടക്കി അയച്ചിട്ട് ഭാരതി ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് നീങ്ങി. ക്യാബിനിൽ വിദ്യ ചില കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അകത്തേക്ക് വരാൻ അനുവാദം നൽകി. റിസപ്ഷനിസ്റ്റ് ശ്രുതിക്കൊപ്പം ഭാരതി അപ്പൂസിനെയും കൊണ്ട് അകത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ വിദ്യ ആശ്ചര്യത്തോടെ എഴുന്നേറ്റു. ഇവർക്ക് മാഡത്തെ കാണണമെന്ന് പറഞ്ഞു. ശ്രുതി കടമ നിർവഹിച്ചിട്ട് തിരികെ പോയി. വിദ്യ ഭാരതിക്കരികിലേക്ക് വന്ന് കുഞ്ഞിനെ വാങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ വാടിപ്പോയിരുന്നു. ക്ഷീണിച്ച നിറം മങ്ങിപ്പോയ ഉടലും മുഖവും. വിദ്യയുടെ മുഖത്തേക്ക് അവൻ പരിചിത ഭാവത്തിൽ നോക്കി. എന്ത് പറ്റിയിടാ മോനെ, നീ ആകെ കോലം കെട്ടുപോയല്ലോ. വിദ്യ അവൻ്റെ താടിത്തുമ്പുലച്ച് വിഷാദത്തോടെ തിരക്കി. പനിയായിരുന്നു മോളെ. സദാസമയം കയ്യിന്ന് താഴാതെ വാശിയും വഴക്കും. പെറ്റമ്മ പോയിന്ന് അവന് മനസ്സിലായിന്ന് തോന്നുന്നു. വിദ്യയുടെ നെഞ്ചിൽ അലിവിൻ്റെ ഉറവക്കണ്ണുകൾ തുറന്നു. അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അവൻ ഉണങ്ങിയ പൂച്ചക്കുട്ടിയെപ്പോലെ അവളോട് ചേർന്നിരുന്നു. പ്രമീളേച്ചിയുടെ അമ്മയെന്തേ? വിദ്യ ചോദിച്ചു. ഒന്നും പറയണ്ട മോളെ. ഇവിടുന്ന് പോയപ്പോൾ മുതൽ ശ്വാസം മുട്ടലും രാത്രി മുഴുവൻ പ്രമീളയുടെ കാര്യം പറഞ്ഞ് കരയും. ചേച്ചിക്കിനി ആരുള്ളത്? അതിൻ്റെ കുഞ്ഞിനെ നോട്ടവും വലിച്ചിലും വേറെയും. ഇങ്ങനെയാണേ അതിനി അധികകാലമൊന്നും ആയുസുണ്ടാവുകയില്ല. വിദ്യ ആലോചനയോടെ ഒരു നിമിഷം നിന്നു. പിന്നെ മോനെയും കൊണ്ട് തൻ്റെ കസേരയിൽ ചെന്നിരുന്നു. അവൾ ഫോണെടുത്ത് ജ്യൂസിനും മോന് പാലിനും ഓർഡർ നൽകി. ആശുപത്രിയിൽ പോകാനോ മറ്റോ പണം വല്ലതും വേണമെങ്കിൽ പറയണം. നല്ല ചികിത്സ കിട്ടിയ അമ്മയുടെ മേലാഴുകയൊക്കെ മാറാതിരിക്കില്ല. ചികിത്സയൊക്കെ എങ്ങനെ നടത്താം മോളെ? കുഞ്ഞിനെ നോട്ടാ തീരെ പറ്റാത്തത്. അവിടെ 2 കുഞ്ഞുങ്ങളുണ്ടേ. ശരിക്കും പറഞ്ഞാൽ മോളെ വന്ന് കണ്ട് ഇവൻ്റെ കാര്യം സംസാരിക്കാനാ ദേവി ചേച്ചി എന്നോട് പറഞ്ഞത്. വിദ്യ ഭാരതിയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. പോവാൻ നേരം മോളിവിനെ നോക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന് ചേച്ചി പറഞ്ഞു. ചേച്ചിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ തീരെ നിവൃത്തിയില്ല മോളെ. കുഞ്ഞിനെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. വിദ്യയ്ക്ക് എന്തുകൊണ്ടോ ഒരു ആശ്വാസം അനുഭവപ്പെട്ടു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെല്ലാം അപ്പൂസിനെക്കുറിച്ചുള്ള ഓർമ്മ അവളെ അലട്ടിക്കൊണ്ടിരുന്നതാണ്.
അവൾ അവനെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് വിദ്യ നൽകിയ പണവും വാങ്ങിയാണ് ഭാരതി തിരിച്ചുപോയത്. പോകും മുൻപ് അവർ അപ്പൂസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി. പൊന്നിനെ കാണാൻ ഞാൻ അമ്മാമ്മയും കൂട്ടി ഇടയ്ക്ക് വരാട്ടോ. അതുവരെ ചെറിയമ്മയുടെ കൂടെ നല്ല കുട്ടിയായി ഇരുന്നോണം. ചെറിയമ്മ ശബ്ദമില്ലാതെ വിദ്യയെ വാക്കു ഉരുവിട്ടു. മനസ്സിലെവിടെയോ ഒരു കുളിർമ. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും വിദ്യ മോനുമായി വീട്ടിലേക്ക് പോയി. അപ്പൂസിനെയും കൊണ്ടാണ് വിദ്യ വന്നിരിക്കുന്നതെന്ന് പത്മാവതി അമ്മ പറഞ്ഞാണ് ശാരദാമ്മ അറിഞ്ഞത്. എന്തായാലും നന്നായി. ഇനിയുള്ള കാലം വിദ്യമോളിവിടെ നിൽക്കുവാണെങ്കിൽ ഒരു കൂട്ടാവുമല്ലോ. ആ കുഞ്ഞിനും ആരെങ്കിലും വേണ്ടേ? പത്മാവതി കൂട്ടിച്ചേർത്തു. ശാരദാമണിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. കടുത്ത ഒരു അനീതി അരങ്ങേറാൻ പോവുകയാണെന്ന് തോന്നൽ അവരുടെ നെഞ്ചിൽ ഊഷ്മാവ് ഉയർന്നു. ശാരദാമണി കിടക്ക വിട്ടെഴുന്നേറ്റു. ഡൈനിങ് ടേബിളിലിരുന്ന് വിദ്യ മോന് കുറുക്ക് നൽകുകയായിരുന്നു. ഈ കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ട് വിദ്യ തലതിരിച്ചു നോക്കി. മുറുകിയ മുഖത്തോടെ ശാരദാമണി നിൽക്കുന്നു. ഭാരതി ചേച്ചി കൊണ്ടുവന്നതാ. അവർക്ക് നോക്കുവാൻ പറ്റിയ സാഹചര്യമല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഭാരതിയെ വിളിച്ച് കുഞ്ഞിനെ തിരികെ കൊണ്ടുപോകാൻ പറ. വിദ്യ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഇവൻ ഇവിടെ വളരേണ്ട കുഞ്ഞല്ലേ അമ്മേ. ഞാൻ നോക്കിയാൽ എന്താ കുഴപ്പമുണ്ട്. നീ തിരിച്ചു പോകേണ്ടവളാ. വീണ്ടും ഒരു വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവൾ. കൂടിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കണ്ട. ഞാൻ പോകണമെന്ന് അമ്മയ്ക്കെന്താ എത്ര നിർബന്ധം? ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമെങ്കിലോ? എത്ര കാലം നീ ഇവിടെ നിൽക്കും? എൻ്റെ മരണം വരെ. ശാരദാമണി നിഷേധാർത്ഥത്തിൽ തലയിളക്കി. പറ്റില്ല. 2-3 ദിവസം. അത് കഴിഞ്ഞാൽ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തോളണം. അങ്ങനെ തിരിച്ചു കൊടുക്കാനല്ല ഞാനിവനെ കൊണ്ടുവന്നത്. വിദ്യ പൊരുതാനുറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. നീ തോറ്റുപോകും. മോനെ തിരിച്ചു കൊടുക്കുക. നിന്റെ വീട്ടുകാർ ഒരു കല്യാണം ആലോചിച്ചിരുന്നില്ലേ? അതിന് സമ്മതിക്കുക. മറ്റൊരു കണക്കുകൂട്ടലും നീക്ക് നടത്തണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനൊന്നും സമ്മതിക്കില്ല. അമ്മ വെറുതെ വാശി പിടിക്കരുത്. എനിക്കിഷ്ടമുള്ളതുപോലെയല്ലേ ഞാൻ ജീവിക്കേണ്ടത്? ഇവിടെ പറ്റില്ലടി, ശാരദാമണി ആക്രോശിച്ചു. വിദ്യ ആ ഭാവമാറ്റം കണ്ട് അമ്പരന്നു. ടേബിളിന് മീതെ ഇരുന്ന കുഞ്ഞും ഞെട്ടലോടെ അവരെ നോക്കി. എൻ്റെ വീട്ടിൽ പറ്റില്ല. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കയ്യെ പിടിച്ച് ഞാൻ ഗേറ്റിന് പുറത്ത് കൊണ്ടുപോയി വിടും. മതി, കുറേ കാലമായല്ലോ. എല്ലാം മതിയാക്ക്. ശാരദാമണി കിതപ്പോടെ ഒരു നിമിഷം നിന്നു. പിന്നെ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പോയി. ഒരു ഉഷ്ണസമരം ആരംഭിക്കുകയാണെന്ന് വിദ്യയ്ക്ക് മനസ്സിലായി. മുൻപൊരിക്കലും ശാരദാമണിയെ ഇത്ര ശോഭിച്ചു കണ്ടില്ല. അവർ തളർച്ചയോടെ അപ്പൂസിനെ നോക്കി. അവനും വിദ്യയുടെ ഭാവമാറ്റത്തിലേക്ക് നോക്കി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. വിദ്യയുടെ ഉള്ളിൽ സങ്കടം നുരഞ്ഞു പൊന്തി. ഒരു കുഞ്ഞു ജീവിതം പിച്ച വയ്ക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. അപ്പോഴേക്കും വിധി അവനെ മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പന്താക്കി മാറ്റിയിരിക്കുന്നു. അലിവോടെ വിദ്യ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കേട്ടോ. അവൾ സ്നേഹാർദ്ദ സ്വരത്തിൽ അവനോട് മന്ത്രിച്ചു. പിന്നീട് വന്ന ദിവസങ്ങളിൽ ശാരദാമണി നിശബ്ദയായി വിദ്യയുടെ ചലനങ്ങളെ നിരീക്ഷിച്ചു. ശാരദാസ് വസ്ത്രവിഹാറിലേക്കുള്ള അവളുടെ പോക്കുവരവുകൾ കുറഞ്ഞു വന്നു. 1-2 ദിവസം കൂടുമ്പോൾ പോയാൽ തന്നെ വിദ്യ മോനെയും കൂട്ടും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടിൽ തിരിച്ചെത്തും. സദാസമയം അപ്പൂസിനൊപ്പം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിച്ചു. അവൻ്റെ കൊഞ്ചറുകൾക്കും ചെറിയ പിടിവാശികൾക്കും കൂട്ടുനിൽക്കാനും കളിച്ചിരികളിൽ ആനന്ദമനുഭവിക്കാനും അവൾ താല്പര്യം പുലർത്തി. അതിന് പിന്നിലെ നിഗൂഢ വികാരം നഷ്ടപ്പെട്ടുപോയ തൻ്റെ ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ചുള്ള തീവ്രവേദനയും ഇനിയൊരിക്കലും കരഗതമാകില്ലെന്ന് കരുതിയ മാതൃത്വത്തിൻ്റെ വിഫല പ്രതീക്ഷയുമാണ്. കുഞ്ഞിനെ തിരികെ കൊടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞതോടെ ശാരദാമണിയുടെ മുറിയിലേക്കും അവൾ ചെല്ലാതെയായി. അവർക്ക് വേണ്ട മരുന്നോ ഭക്ഷണമോ ക്രമം തെറ്റാതെ നൽകുക പത്മാവതി അമ്മയുടെ ചുമതലയായി. ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഉച്ച സമയം പത്മാവതി അമ്മ വന്ന് വിദ്യയെ ശാരദാമണി അന്വേഷിക്കുന്നതായി പറഞ്ഞു. അപ്പോസ് അവളുടെ കിടക്കയിൽ മയക്കത്തിലായിരുന്നു. വിദ്യ ശാരദാമണിയുടെ മുറിയിലേക്ക് ചെന്നു. നീ എന്താ ഇതുവരെ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാത്തത്? ശാരദാമണി മുഖവൂരയില്ലാതെ ചോദ്യം പറഞ്ഞു. എൻ്റെ തീരുമാനം ആദ്യം തന്നെ ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട്. വിദ്യയുടെ സ്വരത്തിൽ മനസ്സിൻ്റെ ഉറപ്പ് പ്രതിഫലിച്ചിരുന്നു. എങ്കിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം. നിന്റെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞിനെ ദേവികയെ തിരിച്ചേൽപ്പിക്കാനും. ഈ വീട്ടിൽ എൻ്റെ വാക്കിനാണ് വിലയെങ്കിൽ ഈ 2 കാര്യങ്ങളും നടന്നിരിക്കും. എൻ്റെ സമ്മതമില്ലാതെ അമ്മയ്ക്കിതിനൊക്കെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നീ സമ്മതിക്കും. ഇല്ലെങ്കിൽ തുടർന്ന് ഇവിടെ കഴിയാമെന്ന് നീ വിചാരിക്കണ്ട. വിദ്യ ശാരദാമണിയുടെ പാറ പോലെ ഉറച്ച മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അമ്മ എന്തിനാ എന്നോട് പോരിന് വരുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കൂടുതൽ സംസാരിക്കണ്ട. നാളെ അവനെ തിരിച്ചു കൊടുത്തോണം.
ആ കുഞ്ഞ് അമ്മയുടെ ആരുമല്ലേ, സ്വന്തം മകൻ്റെ രക്തം തന്നെയല്ലേ. മനസാക്ഷിയില്ലാതെ പടിയിറക്കി വിടാൻ എങ്ങനെ തോന്നുന്നു? പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം, നോവലിൻ്റെ ക്ലൈമാക്സ് നാളെയാണ്. അപ്പം എല്ലാവരും കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുക. കൂടാതെ എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ശുഭദിനം.